രാഷ്ട്രപതി ഭവനിലാകട്ടെ കഴിഞ്ഞ 2 ദിവസമായി സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അങ്കണത്തിലാണ്, രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലാണ് ഇത്തരത്തിലൊരു വലിയ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത്. സാധാരണ അശോക ഹാളിൽ നടക്കുന്ന ഒരു ചടങ്ങ് അങ്കണത്തിലേക്ക് മാറ്റിയത് വാജ്പേയി സർക്കാരിന്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മോദി സർക്കാർ വന്നപ്പോൾ അത് വളരെ വിപുലമായ ഒരു ചടങ്ങാക്കി മാറ്റി. ഇപ്പോൾ 7:15 വെച്ചേക്കുന്നത് ഡൽഹിയിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ വേനൽ കൂടി കണക്കിലെടുത്ത്, ചൂട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതും 7:15 സത്യപ്രതിജ്ഞ വെച്ചതും. 9-ാം തീയതി ആയിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ളത് ആദ്യത്തെ NDA യോഗത്തിൽ തന്നെ സൂചന ഉണ്ടായിരുന്നു. കാരണം ചന്ദ്രബാബു നായിഡു 9-ാം തീയതി, അതായത് ഇന്ന് അവിടെ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അത് ഇന്നത്തേക്ക് വേണ്ടി ഇന്ന് ഇവിടെ ദേശീയ നാഷണൽ സർക്കാരിന്റെ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അത് മാറ്റുകയും 12-ാം തീയതി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഏതായാലും ഒരു വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നഗരത്തിലാകമാനം തന്നെ ഉള്ളത്. അനൂപ്, ഈ വന്ന റോഡുകളിലൊക്കെ തന്നെ ഈ വലിയ അലങ്കാരങ്ങൾ BJP ഒരുക്കിയിട്ടുണ്ട്. BJPയുടെ വകയിട്ട് മോദി മാത്രമാണ് ചിത്രങ്ങൾ, മോദി തന്നെയാണ് ഫാക്ടർ എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ഫാക്ടർ തന്നെയാണ് ഇപ്പോൾ ഒടുവിൽ സത്യപ്രതിജ്ഞ നടക്കുമ്പോഴും. സഖ്യകക്ഷി സർക്കാരാണ്, സമവായത്തിലൂടെയാണ് സർക്കാർ കൊണ്ടുപോവുക എന്നുള്ള മോദി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ എന്നുള്ള വാക്ക് ഒഴിവാക്കി, BJP എന്നുള്ള ഒരു വാക്ക് ഒഴിവാക്കി, NDAയും നമ്മളുമായി കഴിഞ്ഞു. അപ്പോൾ ആ ഘട്ടത്തിൽ വീണ്ടും മോദി എന്നുള്ള ഒരു വലിയൊരു ബ്രാൻഡ് വീണ്ടും റീബിൽഡ് ചെയ്യാൻ നോക്കുകയാണോ ഇപ്പോൾ? വാക്കുണ്ടല്ലോ, വീണ്ടും റീബിൽഡ് ചെയ്യാൻ. കാര്യം തെരഞ്ഞെടുപ്പോടുകൂടി ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം BJP ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ പ്രസ് ക്ലബ്ബ് മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം കട്ടൗട്ടുകളും ഒപ്പം ചിലയിടങ്ങളിൽ JP നഡ്ഡയുണ്ട്, മറ്റു നേതാക്കളില്ല. നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ജയിച്ച് കഴിഞ്ഞ് BJP ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗം മുതൽ ഇങ്ങോട്ട് മോദി എവിടെ സംസാരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ NDA എന്ന വാക്ക് പലതവണ ഉപയോഗിക്കുന്നത് കണ്ടിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ആദ്യം BJP ആയിരുന്നു, BJP സർക്കാർ, BJP ആയിരുന്നു. എന്നാൽ അതിനുശേഷം അത് BJP നിന്ന് ചുരുങ്ങി മോദി മാത്രമായി. മോദിയുടെ ഭരണം, മോദി നൽകുന്ന ഗ്യാരണ്ടി ഒക്കെയായി മാറി. പക്ഷേ വളരെ പെട്ടെന്ന് ജൂൺ മാസം 4-ാം തീയതി എന്ന ഒറ്റ തീയതി രാവിലെ തുടങ്ങി വൈകിട്ടാകുമ്പോഴത്തേക്ക് മോദിയിൽ നിന്ന് BJPയിലേക്കും അതും കടന്ന് NDAയിലേക്കും പോകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ വീണ്ടും ഒരു കംഫർട്ടബിൾ എന്ന നിലയിലേക്ക് മാറി വന്ന് ഇപ്പോൾ അധികാരത്തിലേറാൻ നോക്കുമ്പോൾ വീണ്ടും മോദി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നുണ്ട്. അല്ല, അത് തീർച്ചയായും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഇതിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ BJPക്ക് തന്നെയാണ് അപ്രമാദിത്തര. 240 സീറ്റാണ് BJPക്കുള്ളത്. രണ്ടാമത്തെ കക്ഷിയായ കോൺഗ്രസിന് 99 സീറ്റേ ഉള്ളൂ. 2 സ്വതന്ത്ര പിന്തുണയുമുണ്ട്. അപ്പോൾ വലിയ ഒരു വ്യത്യാസം രണ്ടാമത്തെ കക്ഷിയും ഒന്നാമത്തെ കക്ഷിയും തമ്മിൽ ഉണ്ട് എന്നുള്ള ഒരു സത്യം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, പിന്നീട് NDAയുടെ ഒപ്പമുള്ള കക്ഷികളെല്ലാം തന്നെ പിന്നെ 5-ാം സ്ഥാനത്ത് നിന്നോ 6-ാം സ്ഥാനത്ത് നിന്നോ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം NDAയിലെ അവരുടെ അപ്രമാദിത്വം എടുത്തു കാട്ടുക, അതോടൊപ്പം മോദി എന്നുള്ള ഫിഗർ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ 240 സീറ്റ് കൊണ്ടുവന്നത് എന്ന് ആവർത്തിച്ചുറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്.